സിനിഫയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺമണി അൻപോട് കാതലൻ എഴുതും കടിതമേ. കമൽഹാസന്റെ പ്രസിദ്ധമായ ഗുണ എന്ന സിനിമയിലെ പാട്ടാണിത്. അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു സർവൈവൽ ത്രില്ലർ സിനിമയിൽ ഈ പാട്ട് ഉപയോഗിക്കുകയുണ്ടായി. ആ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ ഒരു മനോഹരമായ ഗാനത്തോടു കൂടിയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2006 കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. കൊച്ചിയിലെ മഞ്ഞുമൽ എന്നുള്ള സ്ഥലത്തുള്ള 11 ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുന്നത്. 2006 കാലഘട്ടമാണ്. DVD CD ഒക്കെ ഓടി നടന്ന കാലഘട്ടമാണ്. നമ്മുടെ നിരത്തുകൾ കോളിസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലുള്ള 11 ചെറുപ്പക്കാരുടെ ഒരു ഓണാഘോഷത്തിനെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയിൽ പോർട്രേ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഒരു അപകടത്തിൽ നിന്നും ആ 11 ചെറുപ്പക്കാരിൽ ഒരാളുടെ ജീവനെ രക്ഷിക്കുന്നതെന്നും ഈ സിനിമ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി മഞ്ഞുമൽ ബോയ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സർവൈവൽ ത്രില്ലർ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഈ 2 മണിക്കൂറും 15 മിനിറ്റും കടന്നു പോകുന്നത് നമ്മൾ അറിയുകയില്ല. പ്രത്യേകിച്ച് ഇൻ്റർവെൽ ഒന്നും ആവുന്നത് നമ്മൾ അറിയില്ല. അത്ര പെട്ടെന്നാണ് ഇൻ്റർവെൽ പോകുന്നത്. വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് മഞ്ഞുമൽ ബോയ്സിനെ അനുഭവപ്പെട്ടത്. ഇൻ്റർവെൽ സമയം വരെ, അതായത് ആദ്യ പകുതി ഈ സിനിമയുടെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ 11 ചെറുപ്പക്കാർ തമ്മിലുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ച് പറയാൻ വേണ്ടി, അവരുടെ ഇമോഷണൽ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും മഞ്ഞുമൽ ബോയ്സ്. അവരുടെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്, പല കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായി വന്ന ഒരു സൗഹൃദത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് പല ചാനലിനും ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഇവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ വ്യക്തിയും ഏറെക്കുറെ 3 വർഷത്തോളം ഈ 11 പേരുടെയും കൂടെ ജീവിക്കുകയുണ്ടായിരുന്നു. അവരോടൊപ്പം സമയം ചെലവഴിക്കുകയുണ്ടായിരുന്നു. അവരുടെ മാനറിസംസ്, അവരെങ്ങനെയാണ് ഇടപഴകുന്നത്, എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സിനിമയിലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഹോളിവുഡ് സർവൈവൽ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ്. പ്രത്യേകിച്ചും ഗുഹയിലെ സീനുകൾ ഇതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു രീതിയിലും മോശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മലയാള സിനിമ തന്നെയാണോ ഇതെന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നുള്ള ഒരു സിനിമ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പോൾ, അത് കണ്ടിരിക്കുമ്പോൾ നമുക്കും വല്ലാത്തൊരു അഭിമാനം തോന്നുന്ന നിമിഷമാണ്. അത്തരത്തിലുള്ളൊരു അഭിമാനമാണ് എനിക്ക് തിയേറ്ററിൽ മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ ഉണ്ടായത്. സിനിമയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് യാതൊന്നും തന്നെ എനിക്കില്ല. സിനിമ വളരെ രസകരമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യത്തെ പകുതി ആദ്യം പറഞ്ഞതുപോലെ ഇമോഷണൽ കണക്ഷനാണ്, പ്യുവർലി ഇമോഷണൽ കണക്ഷനാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അവതരണമാണ്. രണ്ടാമത്തെ പകുതിയാണ് സർവൈവൽ മോഡിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ പകുതിയിൽ സർവൈവലിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി നമ്മളെ ഒന്ന് ആകാംക്ഷയിൽ നിർത്തുന്ന എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നി. അതൊരു കാര്യം മാത്രമാണ് എനിക്ക് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയത്. പക്ഷേ ഇതിലുള്ള ഒന്നും തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ടാണെന്നോ അതെടുത്ത് കളയുകയും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് തോന്നിയില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് സിനിമ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും 11 വ്യക്തികളുണ്ട്. 11 വ്യക്തികളുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരവിടെ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയില്ല. ആ ഒരു സൗഹൃദത്തിലെ 11 പേരിൽ ഒരാളായിട്ടാണ് നമുക്കും ഫീൽ ചെയ്യുക.